പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ ഇന്നും എന്നേക്കും ആമേൻ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ജീവന്റെ വചനത്തിലൂടെ നമുക്ക് വീണ്ടും യാത്ര തുടരാം. ആയതിലേക്ക് കാത്തിരിപ്പിൻ്റെ ദിനങ്ങളായ ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ സ്വർഗാരോഹണ പെരുന്നാൾ പൂർത്തിയായി. ഇനിയും നാം കാത്തിരിക്കുന്ന ഈ സമയങ്ങളിലാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഹല്ലേലൂയ. ആയതിനാൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 32-ാം തിരുവചനം ഇങ്ങനെ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ വാഗ്ദത്ത വചനത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഹല്ലേലൂയ. ഒരു ആകർഷണ ശക്തി ആരാണ് തരാന്ന് പറഞ്ഞത്? യേശു പറഞ്ഞ് കടന്നുപോയതാണ്. അതേ ആകർഷണ ശക്തി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തി നമ്മളിലേക്ക് നിറച്ചു തരാമെന്ന വാക്ക് പറഞ്ഞ് കടന്നുപോയ യേശു തമ്പുരാന്റെ വാഗ്ദത്ത വചനത്തിനായി കാത്തിരിക്കാം. അവനുമായി പ്രണയിച്ചിരിക്കാം. അവനുമായി ഒന്നുചേർന്ന് അവൻ്റെ തടലിരിക്കാം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും അവൻ്റെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. അനർത്ഥകാലത്ത് അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. ഹല്ലേലൂയ. അവിടെ പറയുകയാണ്, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഹല്ലേലൂയ. ക്രിസ്തുവാകുന്ന പാറ. ഹല്ലേലൂയ. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ജീവൻ തന്ന യേശു നമ്മെ സ്നേഹിച്ച് രക്തത്താൽ വില കൊടുത്തു വാങ്ങിയ പരിശുദ്ധ സഭ പ്രജകളോട് തമ്പുരാൻ കർത്താവ് പറഞ്ഞതാണ്. ഹല്ലേലൂയ. ആ തിരുവചനം, ഹല്ലേലൂയ, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ആവർത്തനാശക്തി എൻ മക്കൾക്കേകും, ഞാൻ കാത്തിരുന്നീടുകിൽ ശക്തനായി തീരുന്നി. കഴുകൻ പോൽ നീ പറന്നത്യുന്നതത്തിലായി സ്വർഗസ്ഥലങ്ങളിൽ ജീവിച്ചു വാഴുന്നീ. ആവർത്തന ശക്തി എൻ്റെ മക്കൾക്കേകും, കാത്തിരുന്നീടുകിൽ ശക്തനായിത്തീരും. തമ്പുരാൻ പറഞ്ഞ ജീവനുള്ള വചനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യെശയ്യാപ്രവചനം 40-ാം അധ്യായം 31-ാം തിരുവചനം എന്താ പറഞ്ഞേ? യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ ക്ഷീണിച്ചു പോകാതെ ഓടുകയും തളർന്നു പോകാതെ നടക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ആ കാലഘട്ടത്തിൽ തൻ്റെ ഭക്തന്മാർ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ യേശു തമ്പുരാനോട് പറ്റിച്ചേർന്നിരുന്നാൽ ആവർത്തന ശക്തി കാത്തിരിക്കുന്നവർക്ക് അതേ ശക്തി പകർന്നു തരുമെന്നാണ് യേശു തമ്പുരാൻ പറഞ്ഞത്. അവനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുമ്പോൾ അതേ ചേർന്നിരിക്കുവാൻ നാം ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിലാണ് കാത്തിരിപ്പ്. എന്തിൻ്റെ കാത്തിരിപ്പ്? പരിശുദ്ധാത്മാവ് തരാമെന്ന് കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ അതിൻ്റെ 26-27 വാക്യം വായിച്ചാൽ നമുക്ക് കാണാം, ഈ പരിശുദ്ധാത്മാവ് നാം പ്രാപിച്ചേ ഈ ലോകത്തിൽ നിന്നും കടന്നു പോകാൻ പറ്റൂ. നമ്മുടെ കൊച്ചു ജീവിതത്തിൽ പരിശുദ്ധാത്മാവുന്ന കാര്യസ്ഥനെ നമ്മളുടെ ഉള്ളിലാക്കണം. തമ്പുരാൻ കർത്താവ് നമ്മുടെ ഉള്ളിലായാൽ നമ്മുടെ കാര്യങ്ങളെ നമുക്ക് വേണ്ടതുപോലെ പറഞ്ഞു തന്ന് നടത്തി പരിപാലിച്ച് പോറ്റി പുലർത്തി എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു തരുമെന്ന് യേശു പറഞ്ഞതാണ്. അവിടെ നിന്ന് നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ 26-27 തിരുവചനം ഇങ്ങനെ വായിക്കാം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം
26 27 എങ്കിലും പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുത്. ഹല്ലേലൂയ. ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. പിതാവ് എന്നെ കാൾ വലിയവനല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടുവാൻ സ്ലീഹന്മാരോട് പറഞ്ഞ് പഠിപ്പിച്ച് അവർക്ക് അനുഭവിച്ച പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിലും ചെറിയവരും വലിയവരുമായ യഹോഭക്തന്മാർക്ക് ലഭിക്കും. ഹല്ലേലൂയ. അനുഭവിച്ചവരാണ് നമ്മുടെ പിതാക്കന്മാർ. അതുപോലെ ഇന്നും ജീവിക്കുന്നവനായ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി നാം കാത്തിരിക്കുകയും അവൻ്റെ ശക്തി നമ്മളിലേക്ക് വ്യാപിച്ചാൽ പറഞ്ഞു ആ കാര്യസ്ഥനാണ് നമ്മെ നടത്തുന്നതും എപ്രകാരം നടത്തുമെന്ന് പറഞ്ഞത് അതേ യേശു പറഞ്ഞ വാക്കാണ്, ജീവനുള്ള വചനമാണ്. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുമെന്ന് തമ്പുരാന്റെ ജീവനുള്ള വചനം നമ്മെ പഠിപ്പിച്ചെങ്കിൽ നമുക്കതിനായി കാത്തിരിക്കാം. ഈ കാത്തിരിപ്പിൻ്റെ നാൾ എല്ലാവർക്കും ഏറെ അനുഗ്രഹമാകട്ടെ. അവിടുന്ന് വചനം പറഞ്ഞത് നാം ഒന്നുകൂടെ ഓർക്കണമേ. ഹല്ലേലൂയ. അതേ, ഞാൻ പോകുന്നത് നല്ലതാണ്. ഞാൻ പോയാൽ എങ്കിലേക്ക് സകലരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. ഒരു ആകർഷണ ശക്തി, ഒരു സ്നേഹത്തിൻ്റെ ശക്തി, ഒരു സൗഖ്യത്തിൻ്റെ ശക്തി, ഒരുമയുടെ ശക്തി, ഒന്നിപ്പിക്കുന്ന ശക്തി, സ്നേഹിക്കുന്ന ശക്തി. അതിനുവേണ്ടി അവൻ്റെ തണലിരുന്ന് നമുക്ക് ശക്തി പ്രാപിക്കാൻ ദൈവം നമ്മെ നയിക്കട്ടെ, നടത്തട്ടെ എന്ന് ആഹ്വാനത്തോടെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നാം നിറഞ്ഞു കവിഞ്ഞൊഴുകുവാൻ, സ്നേഹത്തിലും ഐശ്വര്യത്തിലും മുന്നേറുവാൻ ഈ ആഴ്ചക്കാലം നമുക്കൊരുങ്ങാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ.